ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിക്ടറി ഇൻ്റർനാഷണൽ ഏജ് വർഷിപ്പ് സെൻ്ററിലേക്ക് സ്വാഗതം. അല്പസമയം ചിന്തയ്ക്കാൻ നമുക്കൊരു വചനഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പള്ളിപ്രമാണികൾ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്നവൻ്റെ കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഒരല്പസമയം നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വായിച്ച വചനത്തിലേക്ക് വരുന്നു. സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വചനം നമുക്ക് സുപരിചിതമാണ്, പക്ഷെ ഇന്ന് പകൽ നടക്കാൻ പോകുന്ന വിടുതൽ നമുക്ക് സുപരിചിതമല്ല. പുതിയത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. സ്തോത്രം. ഞാൻ പറയുന്നു, ദൈവകുഞ്ഞ്, നീ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ആരൊക്കെ ഇതിനകത്ത് നിന്ന് സ്തോത്രം ഹൃദയത്തിൽ, ചിലരുടെ ഹൃദയത്തിൽ ചിന്ത, കർത്താവേ, ഇന്ന് പകൽ ഞാനത് പിടിക്കാതെ പോകത്തില്ല, ഞാനത് പ്രാപിക്കാതെ പോകത്തില്ല. സ്തോത്രം. യായിറോസിന്റെ വീട്ടിനകത്ത് അത്ഭുതം ചെയ്തെങ്കിൽ എൻ്റെ വീട്ടിനകത്തും അത്ഭുതം ചെയ്യുവാൻ ദൈവമേ നീ ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ പറഞ്ഞ് ചിലരത് പിടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവിടെ വായിച്ച വചനത്തിലേക്ക് കടന്നു വരുന്നു. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് യേശുവിനെ കണ്ടു, അവൻ്റെ കാൽക്കൽ. ന്യായപ്രമാണം നിലനിൽക്കുന്ന കാലഘട്ടം. പള്ളിപ്രമാണികൾ പൊതുവെ അവർക്ക് ക്രിസ്തുവിനെ അവർക്ക് ഇഷ്ടമില്ല. ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നവരെ പള്ളി ഭ്രഷ്ടരാക്കും എന്ന് പറഞ്ഞാൽ അവരുടെ സ്തോത്രം ആ ദേവാലയങ്ങളിൽ കയറ്റുകയില്ല. യേശു ഒരിക്കൽ സ്തോത്രം ദേവാലയത്തിൽ വന്ന് സ്തോത്രം ശബത്ത് നാളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, സൗഖ്യമാക്കുവാൻ 6 ദിവസങ്ങളുണ്ട്, ശബത്ത് നാളിൽ ഇത് നടക്കത്തില്ല. ഇത് ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ കാൽക്കൽ വീഴുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇന്ന് പകൽ അവൻ്റെ പള്ളിക്കകത്ത് വെളിപ്പെടാത്ത എന്തോ യേശുവിൻ്റെ കരത്തിലൂടെ നടക്കുന്നത്, ആലയത്തിനകത്ത് വെളിപ്പെടാത്തത് പക്ഷെ കർത്താവിൻ്റെ കരങ്ങളിലൂടെ വെളിപ്പെടുന്നത് ഈവൻ കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് അവന് ഏക മകളെന്ന്, അല്ല ഒറ്റ മകളേ ഉള്ളൂ, അവൾ മരിക്കത്തക്കവണ്ണം രോഗം പിടിച്ച് മരണാസന്ന നിലയിലിരിക്കുമ്പോൾ ഇതാ അവൻ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു. തൻ്റെ 12 വയസ്സുള്ള മകൾക്ക് വേണ്ടി ഒരുവൻ വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു. ഇന്ന് പകൽ ഞാൻ പറയും, തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിൽ വീഴുന്ന ദൈവകുഞ്ഞേ, നിന്റെ തലമുറയെ തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ നീ മനുഷ്യന്റെ കാലിലല്ല, ഇന്ന് പകൽ വീഴേണ്ടവന്റെ മുമ്പിൽ നീ ഒന്ന് വീണാൽ ഇന്ന് പകൽക്കാലം ചരിത്രം കണ്ടിട്ടുള്ള വലിയൊരു വിടുതൽ ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്ത് നിന്റെ തലമുറയുടെ മേൽ ഒരു വലിയ വിടുതൽ ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയും. ഇവൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. വീണിട്ട് പറയാ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തോട് മല്ലടിക്കുന്നു. ആ മനുഷ്യന്റെ വിശ്വാസം എന്തെന്നറിയാമോ? ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന്. അവൾ പറയാ, എൻ്റെ മകളുടെ രക്ഷയും ജീവനും. ബെഥെസ്ദ കുളക്കരയിൽ ഓരോരുത്തരും നോക്കി കണ്ണിമ വെട്ടാതെ ദൂതൻ ഇറങ്ങി കുളം കലക്കിയാൽ ആദ്യം ചാടാൻ റെഡി 1 2 3 പറഞ്ഞിരിക്കുമ്പോൾ അപ്പുറത്ത് വിളി കേട്ടാലും ശ്രദ്ധിക്കുകയില്ല. അപ്പുറത്ത് ബോംബ് പൊട്ടിയാലും ഭൂകമ്പം ഉണ്ടായാലും ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും ദൂതനിറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം എനിക്കിറങ്ങണം. ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു വിശുദ്ധ ആരാധന എല്ലാ ആഴ്ചയും സ്തോത്രം നമ്മൾ ആരാധിക്കാൻ വന്നു, ആരാധിച്ചു പോകുന്നതെന്നല്ല. ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടേ പോകാവൂ.
ആമേൻ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ദൈവമഹത്വത്തെ പിടിച്ചിട്ടേ പോകാവൂ. ഇന്ന് പകൽ ഞാൻ പറയും, ഈ വചനം പ്രസംഗിക്കുമ്പോൾ അന്ന് അവിടെ വെളിപ്പെട്ട അതേ ദൈവപ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കും, നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കും. ആമേൻ. ഏതോ ഒരു യായിറോസിന്റെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ വിടുവിക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രയോജനമില്ല. പക്ഷെ ഇന്ന് പകൽ എന്റെ തലമുറയ്ക്കകത്ത് ഒരു വിടുതൽ വെളിപ്പെട്ടാൽ, എന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ അത് എനിക്ക് പ്രയോജനമാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ചിലത് പിടിച്ചിട്ടേ പോകാവൂ. അവൻ പറയുക, ആമേൻ, കർത്താവേ, എന്റെ മകൾ രക്ഷപ്പെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇവന് മനസ്സിലായി രക്ഷ കർത്താവിന്റെ കയ്യിലേ ഉള്ളൂ. അവൻ ആശ്രയിച്ചാൽ ഒന്നും രക്ഷയില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നീ ആശ്രയിച്ചതിനകത്തൊന്നും രക്ഷയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ വെറുതെ വിട്ടയക്കത്തില്ല. അവൻ വന്ന് പറയാ, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ ആമേൻ കൈവയ്ക്കണമേ എന്ന ഒരപ്പന്റെ ആഗ്രഹം. കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണം, നിന്റെ കരം വയ്ക്കണം. നിന്റെ കരം വെച്ചാൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും. ഒരുവൻ പറയാം, നിന്റെ കൈ എൻ്റെ തലമുറമേൽ വന്നാൽ അവൻ രക്ഷപ്പെടും. ഇന്ന് വരെ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ, നാമെ തലമുറക്കകത്തൊരു രക്ഷ വെളിപ്പെട്ടില്ലെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ, അവൻ ജോലിപരമായ കാര്യങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ പറയണം, കർത്താവേ, നിന്റെ കരം എന്റെ തലമുറ മേലൊന്ന് വെളിപ്പെടണം. എന്റെ കുഞ്ഞിന്റെ മേൽ നിന്റെ കൈവച്ചാൽ എന്റെ കുഞ്ഞ് പട്ടണത്തിൽ രക്ഷപ്പെടും. ഈ വചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ ആ വചനത്തെ പിടിച്ച് അവൻ നിങ്ങളുടെ തലമുറ മേൽ അങ്ങ് കൈമാറണം. വിശ്വാസത്താൽ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇല്ലായിരിക്കാം, പക്ഷേ ആ വിടുതൽ പിടിച്ച തലമുറ മേലൊന്ന് പകർന്നു കൊടുക്കണം. അത്ഭുതങ്ങൾ കാണും, അത്ഭുതം കാണും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് കർത്താവേ, ആമേൻ, നിന്റെ കൈ ആമേൻ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ വെക്കണമേ എന്ന് വളരെ വളരെ അവൻ അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. യേശു എന്താ ചെയ്തത്? അവനോട് കൂടെ ആമേൻ പോയി. ആമേൻ. വലിയൊരു പുരുഷാവരും പിൻചെന്ന് അവനെ ആമേൻ തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ പ്രത്യേകത, കർത്താവ് പോകുന്നിടത്തെല്ലാം ഒരു കൂട്ടം ജനം കാണും. എന്തിനാന്ന് ചോദിച്ചാൽ അതൊന്നും അമ്മൻ അറിയത്തില്ല. ഇങ്ങനെ അങ്ങ് കൂടെ പോവുക. അതിൽ ഒരു കൂട്ടർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നവരുണ്ട്. ആർക്കേലും വിടുതൽ അമ്മൻ നടന്നാൽ അമ്മൻ ഇവരങ്ങ് സന്തോഷിക്കും. അമ്മൻ സ്തോത്രം. ഇവിടെ അമ്മൻ വിടുതലുമില്ല, എല്ലാം തകർന്ന്. പക്ഷേ വേറെ ആർക്കെങ്കിലും വിടുതൽ വന്നാൽ അതിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു കൂട്ടർ. അമ്മൻ ചിലർ അമ്മൻ ചിന്തിക്കും, അമ്മൻ ഇവൻ്റെ കൂടെ പോയാൽ അപ്പവും മീനും പല പ്രതീക്ഷകളോടെ അമ്മൻ ഇങ്ങനെ ചുമ്മാ തിക്കി തിരക്കി ഞായറാഴ്ച അമ്മ ചർച്ചിൽ വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്ത് പറയും അമ്മ സ്തോത്രം എന്ന് വിചാരിച്ചു വരുന്നവരെല്ലാം അമ്മ സ്തോത്രം. ചിലരുടെ പ്രത്യേകത, ഇന്ന് പകൽ ഈ അമ്മ സ്തോത്രം, ഈ അമ്മ കർത്താവ് നടന്നു പോകുന്നില്ലേ, ഈ യാത്രക്കകത്ത് ഞാൻ ചിലത് പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ, ഞാൻ ചിലത് പിടിച്ചിട്ടേ പോകത്തുള്ളൂ. അല്ലല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ വലിയൊരു പുരുഷാരം എവിടേക്ക് പോവുക? യായിറോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവിടെ വചനം ഇങ്ങനെ പറഞ്ഞു, 12 സംവത്സരം രക്തസ്രാവമുള്ളതായ കേട്ടോ യേശുവിൻ്റെ വർത്തമാനം. എന്താ കേട്ടത്? എന്ത് വർത്തമാനം നീ കേട്ടത്? അവൾ കേട്ടു, യേശു രോഗികളെ ഹല്ലേലൂയ, അവൻ സകല രോഗത്തെ ചുമന്നൊഴിപ്പാൻ ശക്തനാണെന്ന് അവൾ കേട്ടു. ഹല്ലേലൂയ. അവൾ കേട്ട ഉടനെ അവൾ എന്താ ചെയ്തേ? അവൾ സ്തോത്രം പറയുക, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, ഓ സ്തോത്രം, എനിക്കറിയത്തില്ല ഇന്ന് പകൽ ഹല്ലേലൂയ, ഈ രക്ഷയുടെ കരം ഇതിനകത്ത് ഇന്ന് പകൽ ചിലവരുടെ മേൽ ദൈവം നീട്ടാൻ പോകുക. അവൾ പറയുക, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ആമേൻ സ്തോത്രം, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. ഓ, ഇന്ന് പകൽ രക്ഷപ്പെടാൻ എത്ര പേര് ഇതിനകത്ത് ആഗ്രഹിക്കുന്നവരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ പറയണം, കർത്താവേ, എൻ്റെ കടഭാരത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം, എൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം. ആമേൻ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ അവരുടെ ഭാവിയിൽ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്കകത്തു നിന്ന് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണം എന്നുള്ള ഒരു സ്തോത്രം പറഞ്ഞ്
ഹല്ലേലൂയ. ഇന്ന് പകൽ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയുന്ന ദൈവകുഞ്ഞ്, ഇതിനകത്ത് ആരും മൗനമായി ഇരിക്കരുത്. ഇന്ന് പകൽ ഒരു രക്ഷ നിങ്ങളെ തേടി വരുമ്പോൾ ആമേൻ സ്തോത്രം, നിങ്ങൾ മിണ്ടാതിരുന്ന് ആ രക്ഷയെ തട്ടിക്കളയരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, ഇന്ന് പകൽ ദൈവം തുറക്കുന്ന ഈ വിടുതൽ ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ പ്രാപിക്കാതെ പോയാൽ, ഇനി ഒരു സമയം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് പകൽ ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ രക്ഷകൻ ഇന്ന് പകൽ നിന്നെ വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ ആമേൻ. 12 വർഷങ്ങൾ കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പല വൈദ്യന്മാരാൽ ആമേൻ സൗഖ്യം പ്രാപിക്കാതെ എല്ലാം നഷ്ടപ്പെട്ടവൾ ആമേൻ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്ത് പറയാ, എന്റെ ആമേൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഇന്ന് പകൽ ഞാൻ രക്ഷപ്പെടും. അവൾ പറയാം, ഞാൻ രക്ഷപ്പെടും. ഹൃദയത്തിനകത്തൊരു തീരുമാനം. ഇന്ന് പകൽ ഞാൻ പറയും, ഹൃദയത്തിനകത്ത് ആമേൻ ആരോടും പറയണ്ട. ഇതിനകത്തിരുന്നൊരു തീരുമാനമെടുക്കുന്നെങ്കിൽ ലൈവിലൂടെ കാണുന്ന ദൈവകുഞ്ഞ് ആമേൻ സ്തോത്രം, നിന്റെ വീട്ടിനകത്തിരുന്ന് നിന്റെ വാഹനത്തിനകത്തിരുന്ന് ഇന്ന് പകൽക്കാലം നീ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ വെറുതെ വിടത്തില്ല. നിന്നെ സന്ദർശിക്കുന്ന ഒരു സന്ദർശന ദിവസമാണ് ഈ 3-ാം മാസം. നിന്റെ വീട്ടിനകത്ത് നിന്നെ സന്ദർശിക്കുന്ന ദിവസമാണ്. ആമേൻ സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ സന്ദർശിക്കുന്ന പകൽക്കാലമായി ഇന്ന് പകൽ. അവൾ പറയും, ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ പുരുഷാരത്തിൽ കൂടെ ആമേൻ പുറകിൽ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ, അവൾ പുറകെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ കാലഘട്ടത്തിൽ രക്തസ്രാവമുള്ള സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പാടില്ല. അവളെ കണ്ടാൽ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ആമേൻ ഹൃദയത്തിനകത്ത് ഒരു തീരുമാനമെടുത്താൽ മരണത്തിന് നമ്മളെ തൊടാൻ പറ്റുകയില്ല. ഹൃദയത്തിനകത്ത് വരുന്ന ദൈവമായിട്ടുള്ള തീരുമാനം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവകുഞ്ഞ ദൃഢമായൊരു തീരുമാനം നിനക്കകത്തുണ്ടെങ്കിൽ ഒരു ശക്തിക്കും തൊടാൻ പറ്റുകയില്ല. അവളെ തീരുമാനമെടുത്തപ്പോൾ അവളിൽ നിന്ന് മരണഭയം മാറി. എപ്പോഴാണ് മരണഭയം മാറിയത്? അവളുടെ ഉള്ളിലെടുത്ത തീരുമാനം, അവിടെ ഹൃദയത്തിലെടുത്ത തീരുമാനം. ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ദൈവകുഞ്ഞ നീയും ദൈവമായി ഒരു ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിനകത്തുനിന്ന് മരണത്തിന്റെ ശക്തികൾ, ആമേൻ സ്തോത്രം, രോഗത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ നിന്ന് അഴിഞ്ഞു മാറുന്ന, നിന്റെ ശരീരത്തെ തളർത്തുന്ന, നിന്റെ കാലുകളെ തളർത്തുന്ന, നിന്റെ അസ്ഥികളെ തളർത്തുന്ന, നിന്റെ ഞരമ്പുകളെ തളർത്തുന്ന, നിന്റെ ബ്രെയിനിനെ തളർത്തുന്ന രോഗശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുന്ന പകല. ഇനി നീ ആ രോഗം ചുമക്കത്തില്ല, ഇനി നീ ആ ഭാരം ചുമക്കത്തില്ല. ആമേൻ. നിന്റെ കാലുകളെ മാൻപേടയുടെ കാലുകൾക്ക് തുല്യമാക്കി തീർക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ആ ദൈവശക്തി പുറപ്പെടട്ടപ്പ. ആ ദൈവശക്തി ഇതിനകത്ത് പുറപ്പെടുന്നു. ആ ദൈവശക്തി പുറപ്പെടുന്നു. ആ ദൈവശക്തി പുറപ്പെടുന്നു. ഇന്ന് പകൽ ആ ദൈവശക്തി നിങ്ങളെ സന്ദർശിക്കുന്ന പകലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൾ പുറകിലൂടെ ചെന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ആമേൻ സ്തോത്രം. വചനം പറയുന്നു, ആമേൻ, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തിന്റെ വിടുതലുകൾ ക്ഷണത്തിലായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ക്ഷണത്തിലായിരിക്കും. നിന്റെ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആമേൻ നിന്റെ ചാർച്ചക്കാർക്കോ ചിന്തിക്കാൻ പറ്റാത്ത നിലയിൽ എന്റെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് അത് ക്ഷണത്തിലായിരിക്കും. ഇന്ന് പകൽ നീ നിലയാത്ത നാഴികയിൽ, ആമേൻ, നീ ചിന്തിക്കാത്ത സമയത്ത് ഒരു ദൈവമഹത്വം നിന്റെ മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരും. 12 വർഷം നടക്കാത്തത് ക്ഷണത്തിൽ സംഭവിച്ചു. ആമേൻ സ്തോത്രം. ഞാൻ പറയാം, ആമേൻ 30 വർഷം ആമേൻ നടക്കാത്തത്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ 4 വർഷം കൊണ്ട് നടക്കാത്തത്, 3 വർഷം കൊണ്ട് നടക്കാത്തത്, 1 വർഷം കൊണ്ട് നടക്കാത്തത് ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ക്ഷണത്തിൽ നിന്റെ മേൽ വെളിപ്പെടും. ക്ഷണത്തിൽ നിന്റെ മേൽ അത് സംഭവിക്കും. ഇവളൊന്നും ചെയ്തില്ല. ഇവിടെ ഹൃദയത്തിനകത്ത വിശ്വാസമാണ്. ഇന്ന് പകൽ ആമേൻ അവൾ ചിന്തിച്ചതുപോലെ വിടുതൽ വെളിപ്പെട്ടു. ഞാൻ പറയുന്നു, ഇന്ന് പകൽ വിശ്വസിക്കുന്നവൻ ചിന്തിക്കുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവകുഞ്ഞൻ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം എൻ്റെ കർത്താവ് ചലിക്കാൻ പോവുകയാ. എൻ്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാ. അവൻ ക്ഷണത്തിൽ അവളുടെ മേൽ അവൻ ദൈവശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. താൻ സ്വസ്ഥയായെന്ന് ആമേൻ സ്തോത്രം അവൾ ശരീരത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ചിലരുടെ മേൽ സ്വസ്ഥത വെളിപ്പെടും. നാളുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന അസ്വസ്ഥതകൾ മാറി ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, ഒരു സ്വസ്ഥത വെളിപ്പെടാൻ പോവുക. ആമേൻ സ്തോത്രം. നിന്റെ ശരീരത്തിൽ ഒരു സ്വസ്ഥത വെളിപ്പെടാൻ പോവുക. രാത്രി നിന്റെ ഉറക്കം കെടുത്തുന്ന അസ്വസ്ഥതകളെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് അതിനെ ക്യാൻസൽ ചെയ്യുകയാ. അവൻ എത്ര വർഷം പഴക്കമുണ്ടായാലും, അത് 18 വർഷമായാലും, അത് 12 വർഷമായാലും, ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പറയാ, ആ ബാധ ഇന്ന് പകൽ നിന്നെ വിട്ടുമാറി. നിന്റെ മേൽ സ്വസ്ഥത ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്റെ മേൽ സ്വസ്ഥത വെളിപ്പെടും. കർത്താവ് പറയുന്നു, ശരീരം അത് തിരിച്ചറിയും. ശരീരത്തിൽ ഇന്ന് പകൽ സ്വസ്ഥത വെളിപ്പെട്ടത് ഒന്ന് ശരീരത്തിൽ നമ്മൾ തിരിച്ചറിയും, രണ്ട് നമ്മുടെ ഹൃദയത്തിൽ തിരിച്ചറിയും. അടുത്ത വചനം പറഞ്ഞു, ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ തൊട്ടതെവിടെയാ? അവൻ വസ്ത്രത്തിലാ തൊട്ടത്. അവൻ തിരിച്ചറിഞ്ഞതെവിടെയാ? കർത്താവിൻ്റെ ഉള്ളം. ഞാൻ ഇന്ന് പകൽ പറയും, ഇതിനകത്ത് ആരൊക്കെ അവൻ്റെ ഉള്ളത്തെ തൊടുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കുഞ്ഞെ, നിന്റെ കണ്ണുനീർ, നിന്റെ പ്രാർത്ഥന, നിന്റെ സമർപ്പണം ഇന്ന് പകൽ തൊടുന്നത്, നീ തൊടുന്നത് വസ്ത്രത്തിലാണെങ്കിലും എന്റെ കർത്താവ് പറയാ, നീ എന്റെ വസ്ത്രത്തിലാ തൊട്ടെ, പക്ഷെ എന്റെ ഉള്ളത്തിലാ ഞാനത് അറിഞ്ഞത്. ഇന്ന് പകൽ കർത്താവിന്റെ ഉള്ളം തിരിച്ചറിയുന്ന, ദൈവത്തിന്റെ ഉള്ളത്തെ തൊടുന്ന, അവന്റെ ഉള്ളത്തെ സ്പർശിക്കുന്ന ചിലരുടെ വിശ്വാസം ഇന്ന് പകൽ ഇതിനകത്ത് അവൻ പൊട്ടി പുറത്തു വരാൻ പോവുകയാ. ദൈവകുഞ്ഞെ, നിന്റെ തീരുമാനം എവിടെയാ തൊട്ടത്? സ്തോത്രം. നിന്റെ തീരുമാനം വസ്ത്രത്തിലാ, പക്ഷെ തൊട്ടത് ദൈവത്തിന്റെ ഉള്ളത്തിലാ. ഞാൻ പറയാം, ഇന്ന് പകൽ ഇതിനകത്ത് ആരൊക്കെയോ ദൈവത്തിന്റെ ഉള്ളത്തെ തൊടുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തോട് തിരിഞ്ഞു ചോദിച്ചു, എൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത് ആർ? സ്തോത്ര സ്തോത്രം. ദൈവത്തിന് അറിയാം ആരാ തൊട്ടതെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ ഹൃദയത്തെ തൊടുന്നത് ആരാണെന്ന് കർത്താവിന് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിന്റെ ഹൃദയം നുറുങ്ങിയാൽ അവൻ തിരിച്ചറിയുമത്. അവൻ കണ്ണ് നിറയുന്നത് ആരും കണ്ടില്ലെന്നിരിക്കാം, പക്ഷെ ഇന്ന് പകൽക്കാലം കാണുന്ന ഒരുവനുണ്ട്. കർത്താവ് ചോദിക്കുക, എൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടതാരാ? കർത്താവിന് അറിയാം, പക്ഷേ അടുത്ത് നിൽക്കുന്നവരറിയണം. വിശ്വസിക്കുന്നവന്റെ വിശ്വാസം വിശ്വസിക്കാത്തവൻ അറിയണം. സ്തോത്രം. അപ്പോൾ ആമേൻ ശിഷ്യന്മാർ പറഞ്ഞു, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പുരുഷാരം നിന്നെ തിക്കിക്കൊണ്ടിരിക്കയിൽ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കാൻ കർത്താവേ, നീ ഇത്രയ്ക്ക് അറിവില്ലാത്ത ആളാണോ? ഹല്ലേലൂയ. ചില സമയം അങ്ങനെയാ, ദൈവത്തെക്കാൾ മനുഷ്യർ മിടുക്കന്മാരാകും. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിനോട് ചോദിക്കുക, ഇത്രയും ആൾക്കാർ നിന്നെ തിക്കിത്തിരക്കുന്നതിനിടയിൽ നിന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നത് എന്താ കർത്താവേ? ഇത് തീരെ ഒരു ബാലിശ്യമായ ചോദ്യമായി പോയി. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ചിലർക്കൊക്കെ അത് ബാലിശ്യമായ ചോദ്യമായിരിക്കാം, പക്ഷെ ഇന്ന് പകൽ ദൈവം ആരെയൊക്കെയോ ഇതിനകത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആരെയൊക്കെ കർത്താവ് തിരയുകയാ. ആമേൻ സ്തോത്രം. അവനെ ഹൃദയത്തെ തൊട്ടവര് അവൻ ദൈവം ഇതിനകത്ത് തിരയുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരാഴ്ചക്കാലം മുഴങ്കാലം അടക്കി കണ്ണുനീരൊഴുക്കിയ ചിലരെ ഇതിനകത്ത് ദൈവം തിരക്കിക്കൊണ്ടിരിക്കുകയാ. ആമേൻ സ്തോത്രം. ആരാ? ആമേൻ. ആരാ എന്റെ ഹൃദയത്തെ തൊട്ടത്? ആരാ? ആമേൻ. ആരാ എന്റെ ഹൃദയത്തെ തൊട്ടത്? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്റെ വസ്ത്രത്തിൽ പലരും തൊടുന്നുണ്ട്. ആമേൻ. എന്റെ വസ്ത്രത്തിൽ ആരൊക്കെ മുട്ടുന്നുണ്ട്, ആരൊക്കെയോ എന്നെ തിക്കി തിരക്കുന്നുണ്ട്. എന്റെ കർത്താവ് പറയാ, അല്ല, എന്റെ ഹൃദയം തൊട്ടതാരാ? ഹല്ലേലൂയ. ഈ വലിയ പുരുഷാരത്തിന്റെ ഇടയിൽ എന്റെ ഹൃദയം തൊട്ടതാരാ? കർത്താവ് വസ്ത്രത്തിൽ മുട്ടിയവരല്ല തിരക്കുന്നത്, കർത്താവ് വസ്ത്രത്തിൽ തൊട്ടവരെയല്ല തിരക്കുന്നത്. അവൻ പറയും, എന്റെ ഉള്ളത്തിൽ തൊട്ടതാര?
എന്തെന്നാ ഇന്ന് പകൽ കുഞ്ഞേ, നിന്റെ കണ്ണുനീർ, നിന്റെ പ്രാർത്ഥന, നിന്റെ തീരുമാനം ഇന്ന് പകൽ അവന്റെ ഹൃദയത്തിൽ തൊട്ടാൽ അവൻ ഹല്ലേലൂയ 800 കോടി ജനത്തിന്റെ ഇടയിലും അവൻ നിന്നെ തിരക്കും, അവൻ നിന്നെ തേടും, അവൻ നിന്നെ കണ്ടിരിക്കും, അവൻ നിന്നെ കാണാതെ പോവുകയില്ല. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റിലും നോക്കി. എനിക്കറിയില്ല, ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണു നിറയാതെ വായിക്കാൻ പറ്റുകയില്ല. സ്തോത്രം. സർവശക്തനായ ദൈവം ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേ ചുറ്റും നോക്കുകയാ. ആരെയാ? അവൻ്റെ ഹൃദയത്തെ തൊട്ടവ വ്യക്തിയെ. ആരാ ഹൃദയത്തെ തൊട്ടതാ? വചനം പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഹൃദയം നുറങ്ങുന്നവരുണ്ടോ? എൻ്റെ കർത്താവ് നിങ്ങളെ തിരക്കുകയാ. ഇന്ന് പകൽ നിങ്ങളെ കാണാതെ, ഇന്ന് പകൽ നിങ്ങളെ സന്ദർശിക്കാതെ എൻ്റെ കർത്താവ് പോവുകയില്ല. അവൻ നിങ്ങളെ വിട്ടു പോവുകയില്ല. അടുത്ത വാക്യം ഇങ്ങനെ വന്നു, സ്ത്രീ തനിക്ക് സംഭവിച്ചതൊക്കെയും അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ ആമേ സ്തോത്രം വീണ് ആമേൻ വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആമേ സ്തോത്രം. അടുത്ത വാക്ക് സമാധാനത്തോടെ. ആമേ സ്തോത്രം. നീ സ്തോത്രം പല അസ്വസ്ഥതകളോട് നീ വന്നേ. എൻ്റെ കർത്താവ് ഇന്ന് പകൽ പറയാം, നീ ഇന്ന് പോകുന്നത് ഭയങ്കര ഭാരത്തോടെയാ വന്നേ. നീ സമാധാനത്തോടെ, നീ രോഗത്തോടെയാ വന്നേ. എൻ്റെ കർത്താവ് പറഞ്ഞു, നീ സമാധാനത്തോടെ. ഇന്ന് പകൽ ഇത് പറയുന്ന ഒരു സാധാരണക്കാരനല്ല, സർവശക്തനായ കർത്താവ് പറയാ, കുഞ്ഞെ, നീ ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞു പോകുന്നത് നീ സമാധാനത്തോടെ, നീ സ്വസ്ഥതയോടെ. ഹല്ലേലൂയ. ആമേൻ. സമാധാനത്തോടെ ആമേൻ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഇന്നലകളിൽ നിൻ്റെ ജീവിതത്തെ പിന്തുടർന്ന ആമേൻ സ്തോത്രം ബാധയുണ്ടല്ലോ, ഇനി അത് പിന്തുടരുകയില്ല. സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ ഹൃദയം തൊട്ടാൽ ഇനി ഒന്നും പിന്തുടരുകയില്ല. ഇനി നിന്നെ പിന്തുടരുന്നത് എൻ്റെ കർത്താവായിരിക്കും. അവൻ്റെ മഹത്വമായിരിക്കും, അവൻ്റെ വിടുതലായിരിക്കും, അവൻ്റെ ശക്തിയായിരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുക മാത്രമല്ല, നിന്നെ ഇനി പിന്തുടരത്തില്ല, നിന്നെ ഇനി അസ്വസ്ഥമാക്കുകയില്ല. നിന്റെ മേൽ സ്വസ്ഥത വെളിപ്പെടും. നീ സമാധാനത്തോടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ കുഞ്ഞെ നീ സമാധാനത്തോടെ പാർക്കും. ഇന്ന് പകൽ ഈ യേശുവിനെ അറിയുന്നവർ, അനുഭവിക്കുന്നവർ സമാധാനത്തോടെ പാർത്തില്ലെങ്കിൽ വേറെ ആരാ പാർക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകം 2.5 മണിക്കൂറോ 1 മണിക്കൂറോ തരുന്ന സമാധാനം അല്ല എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവ് പറയാ, ഞാൻ തരുന്ന സമാധാനം ഒരു ദിവസത്തേക്കുള്ളതല്ല. എൻ്റെ സമാധാനം നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭയങ്കര വിടുതൽ. 12 വർഷം കൊണ്ട് നടക്കാതിരുന്ന ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. പോകുന്നത് എങ്ങോട്ടാ? യേശു പോകുന്നത് എങ്ങോട്ടാ? ആമേൻ. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിലെ വിടുതൽ നടന്നേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ 12 വയസ്സുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 12 സംവത്സരം രോഗിയായ ഒരു സ്ത്രീയെ കണ്ടു. അവൾക്ക് വിടുതൽ കൊടുത്തു. ആമേൻ. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം ഇവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അവിടെ വെയിറ്റ് ചെയ്തു. ഈ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് ഇതാ ഒരു വാർത്ത കേൾക്കാൻ പോകുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ സഹോദരിക്ക് സ്വസ്ഥത വരുത്തി ആമേൻ സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇതാ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി എന്ത് ചെയ്യണ്ട. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്റെ ആശയ്ക്ക് വിരോധമായി ശത്രുവിൻ്റെ ശബ്ദം നിന്റെ കാതിൽ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ചെയ്യാൻ പോവാ നമ്മൾ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വാക്യം പറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ വന്ന് പറയുക, ഇനി ഗുരുവിനെ അസ്വസ്ഥപ്പെടുത്തണ്ട, നിൻ്റെ മകൾ എന്ത് ചെയ്തു? നിൻ്റെ വിഷയം ആമേൻ സ്തോത്രം ഡെഡായിപ്പോയി, ഇനി അത് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ടപ്പോൾ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഞാൻ പറയുന്നു, ദൈവമക്കൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത
കാര്യമാക്കേണ്ടത് കാര്യമാക്കത്തില്ല, കാര്യമാക്കാത്ത മുഴുവനും നമ്മളെക്കുറിച്ച് ആരെങ്കിലും ആമേൻ സ്തോത്രം ഒരു അപവാദം പറഞ്ഞെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യരുത്? അത് നമുക്ക് വിരോധം, നമ്മുടെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടാൽ നമ്മൾ അത് എന്ത് ചെയ്യരുത്? ഒന്ന് കരം, അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്തിട്ട് പറ, ഒന്നും കാര്യമാക്കണ്ട, ഒന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും ആ വായൊന്ന് തുറക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് കാര്യമാക്കണ്ട. അവൻ ദൈവം നിനക്ക് വിരോധമായി പറഞ്ഞ കാര്യമാക്കണ്ടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ തളർത്തുന്ന ഒരു കാര്യം ഒരു വ്യക്തി പറഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യരുത്? കർത്താവ് പറയാ, മരിച്ചുപോയി. കർത്താവ് ആ വാക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന ഒരു വാക്ക് വന്നാൽ കാര്യമാക്കരുത്, അതിനെ ക്യാൻസൽ ചെയ്യണം, അതകത്തോട്ട് വിടാൻ സമ്മതിക്കരുത്. അതിനെ തമ്പുരാൻ നീതി എന്ന കവചം തന്നത്. നമ്മളെ യുദ്ധക്കളത്തിൽ നിർത്തിയപ്പോ ദൈവം അങ്ങനെ നിർത്തിയേ അല്ലേ? അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന ഈ കവചം എന്തിനാ കവചം എവിടെ ധരിക്കുന്നത്? അവൻ നെഞ്ച് കവർ ചെയ്ത് കവചം ധരിച്ചിരിക്കുക. എന്തിനാ കവചം ധരിച്ചത്? എന്തിനാ? ശത്രുവിന്റെ തീയമ്പുകൾ അല്ലെ, അമ്പ് നെഞ്ചി തറയ്ക്കാതിരിക്കുന്ന കവചം ധരിച്ചിരിക്കുന്നേ. ഈ ബുള്ളറ്റ് പ്രൂഫ് നമ്മൾ എന്തിനാ ധരിക്കുന്നേ? അല്ലേ? വെടിവെച്ചാലും AK-47 നമുക്ക് നേരെ പ്രയോഗിച്ചാൽ എന്ത് ചെയ്യരുത്? എന്തിനാന്നറിയാമോ ഇത് ധരിച്ചിരിക്കുന്നത്? ഇതെവിടെ ധരിച്ചിരിക്കുന്നതെന്നറിയാമോ? ഹാർട്ടിനെ മറച്ച, ഹൃദയത്തെ. കാരണം ശത്രു എങ്ങോട്ടായി അമ്പ് ചെയ്യുന്നേ? ഹൃദയത്തിൽ ഒരു അമ്പ് തറച്ചാൽ അവൻ്റെ ശരീരം മുഴുവൻ ഡെഡായി പോകും. നിരാശ വരുന്നത് എങ്ങനെയാ? ഹൃദയത്തിലാണ് തറയ്ക്കുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിൽ തറയ്ക്കാതെ വണ്ണം നീതി എന്ന കവചം നമ്മൾ എന്ത് ചെയ്തിരിക്കാം? എനിക്ക് തോന്നുന്നത് നമ്മളിത് ഞായറാഴ്ച മാത്രം എടുത്തിടും, ബാക്കിയുള്ള ദിവസമല്ല ഇത് ഊരി വെക്കും. ഇതെല്ലാം ഊരി വെച്ചിട്ട് 4 ഭാഗത്തു നിന്നും വരുന്നത് എല്ലാം തറച്ച് ആമേൻ സ്തോത്രം, കർത്താവിൻ്റെ ആമേൻ സ്തോത്രം കണ്ണാടിയിലൂടെ നോക്കിയാൽ എല്ലാറ്റിൻ്റെ നെഞ്ചിൽ ഒരു 55 എണ്ണം അടിച്ച് തറച്ച് ഇങ്ങനെ വന്ന് ആമേൻ സ്തോത്രം കർത്താവ് നോക്കുമ്പോൾ കുറച്ച് ആമേൻ അമ്പും കൊണ്ട് ഇങ്ങനെ വരുക. ഒരാഴ്ച ആമേൻ സ്തോത്രം അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത് ഇതെല്ലാം തറച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വന്നിരുന്ന് നമുക്കൊരു സ്തോത്രം പോലും സ്തോത്രം കവച ഊരി വെക്കരുത്. ഇത് ഊരി വെക്കുമ്പം നമ്മൾ ആമേൻ സ്തോത്രം 6 അടി പെട്ടിക്കകത്ത് കയറുന്നത് വരെ ഇത് ഊരി വെക്കരുത്. ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ ഹൃദയത്തെ തളർത്തുന്ന, താഴ്ത്തുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന, ആമേൻ സ്തോത്രം നമ്മളെ തരം താഴ്ത്തുന്ന വാക്കുകൾ നമുക്ക് നേരെ വരുമ്പോൾ ആമേൻ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയാ, നീ അതിനെ കാര്യമാക്കരുത്. അതല്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, അതല്ല നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ, ഇതല്ലെന്ന് നമ്മളെ കുറിച്ചുള്ള ദൈവ പദ്ധതി. ഹല്ലേലൂയ. യായിറോസേ, നിന്റെ മകൾ മരിച്ചുപോയെന്ന് ആമേൻ വാർത്ത വന്നപ്പോൾ ദൈവം പറയാം, നീ അത് കാര്യമാക്കരുത്. നിന്റെ തലമുറയെ കുറിച്ച് എന്റെ പദ്ധതി വേറൊന്നാ. നിന്റെ കാതിൽ കേൾക്കുന്നതല്ല നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്. നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതല്ല നിന്റെ കുടുംബത്തിനകത്ത് നടക്കാൻ പോകുന്നത്. നിന്റെ തലമുറയെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതല്ല ഞാനത് നടത്താൻ പോകുന്നത്. അവർ പറയുന്നത് പോലെയല്ല, എന്റെ നിയോഗം അവരുടെ മേൽ വെളിപ്പെടും. യേശു ഹല്ലേലൂയ ആ വാക്ക് കാര്യമാക്കിയില്ല. പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിന് ഇന്ന് പകൽക്കാലം പറയാനുള്ളത് എന്താ? ഭയപ്പെടേണ്ട. സ്തോത്രം. നീ ഭയപ്പെടേണ്ട. നിനക്ക് വിരോധമായി തീയമ്പുകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. നിന്നെ കുറിച്ച് എനിക്കൊരു കരുതലുണ്ട്. ആമേൻ സ്തോത്രം. നിനക്ക് ചുറ്റിലും നിൽക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്നോട് ചിലത് ചെയ്യാനുണ്ട്, നിന്നോട് ചിലത് പ്രവർത്തിക്കാനുണ്ട്. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒരു കാര്യം ചെയ്തു. പത്രോസും യാക്കോബും യോഹന്നാനും ആമേൻ സഹോദരനായി ആമേൻ സ്തോത്രം അല്ലാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ. ഈ ദൈവപ്രവൃത്തി കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചില ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവം ചിലരെ മാറ്റി നിർത്തും. നമ്മൾ അതിനകത്ത് ആവലാതെ പിടിച്ചിട്ടൊന്നും കാര്യം. സ്തോത്രം.
നമ്മൾ അതിനകത്ത് വെപ്രാളം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ 12 എണ്ണത്തിനെ കൊണ്ടുപോയ നടക്കുകയല്ല. സ്തോത്രം. ചിലപ്പോൾ ചിലരെ മാത്രം ദൈവം വേർതിരിക്കും. ദൈവകുഞ്ഞ കുടുംബത്തിനകത്ത് ആമേൻ നീ ഒറ്റപ്പെട്ടു പോകുന്ന ഓർത്തോണം. എല്ലാവരെയും കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാൻ പറ്റുകയില്ല. നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിന്റെ മേലൊരു ദൈവമകത്വം വെളിപ്പെടാനാ. ആരും നിനക്ക് കൂട്ടുനിന്നില്ലെങ്കിലും, ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ, ആരും നിനക്ക് അനുകൂലം പറയാതെ, അവൻ നീ നീതി ചെയ്തിട്ടും നീ നല്ലത് ചെയ്തിട്ടും നിന്നോട് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ നീ ഭാരപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ആരും സപ്പോർട്ട് ചെയ്യേണ്ടത്, കുടുംബത്തിൽ ആരും നിന്റെ കൂടെ നിൽക്കുന്ന ആരും സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷെ ഓർത്തോണം, നിന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പം തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. വിശ്വാസമുള്ള 3 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. കർത്താവ് കൂടെ കൂട്ടി. ആമേൻ സ്തോത്രം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആമേൻ ആരവാരത്തെയും കരയുന്നവരെയും വിലപിക്കുന്നവരെയും കണ്ടു. അവിടെ വന്നപ്പോൾ ഭയങ്കര കൊയറും പാട്ടും നടക്കുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തീർന്നു. ആമേൻ. ഒരു കൂട്ടം പേർ ആമേൻ സ്തോത്രം യായിറോസിനെ ആശ്വസിപ്പിക്കാനിരിക്കുന്ന ഒരു കൂട്ടം പേർ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്കിലും യായിറോസയെ 12 വയസ്സ് വരെ നിനക്ക് വളർത്താൻ കിട്ടിയുള്ളൂ, ആമേൻ സ്തോത്രം, കൈവിട്ടു പോയല്ലോ. പലതും പറഞ്ഞ് കരയുന്ന കുറേ ആൾക്കാർ. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ദൈവകുഞ്ഞെ, നിൻ്റെ ചുറ്റിൽ നിൽക്കുന്നവരെ ആരെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. പാട്ടുപാടും, സ്തോത്രം പറയും, ആമേൻ കൈയും തരും, കെട്ടിപ്പിടിക്കും, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ ചുംബനവും എല്ലാം തരും, എല്ലാം ശരിയാണ്. ഇന്ന് പകൽ ചില മേഖലകളെ തിരിച്ചറിയണം. ചില മേഖലകളെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നിനക്ക് അനുകൂലമല്ല, എല്ലാ സാഹചര്യവും നിനക്ക് അനുകൂലമല്ല, എല്ലാ വ്യക്തികളും നിനക്ക് അനുകൂലമല്ല. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? അകത്ത് ആമേൻ സ്തോത്രം കടന്നപ്പോൾ ആമേൻ കർത്താവ് ആദ്യം ചെയ്തത് എന്തെന്നറിയാമോ? ആമേൻ. നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഓ, ഇത് പറഞ്ഞപ്പോൾ യേശുവിനെ അവരെന്ത് ചെയ്തു? അപ്പൊ ഇതിനകത്ത് ഇരുന്ന് കരഞ്ഞ ആരാ? പറഞ്ഞേ, ആരാ കരഞ്ഞേ? കർത്താവ് എന്ന് പറഞ്ഞു, നിന്റെ വിഷയം മരിച്ചിട്ടില്ല, നിന്റെ വിഷയം മയങ്ങിക്കിടക്ക. പക്ഷെ ഇതിനിപ്പോ തട്ടിയാൽ ഇതെന്ത് ചെയ്യും? ഇത് പറഞ്ഞപ്പോൾ അവർ അകത്തിരുന്ന് പിന്നെ എന്ത് കരച്ചിലാ നിങ്ങൾ കരഞ്ഞേ? കർത്താവ് ഇനി ഒരിക്കലും ഉയർക്കത്തില്ലെന്ന് പറഞ്ഞല്ലേ കരഞ്ഞ്. എന്ത് കരച്ചില്ല? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഒരു കുഞ്ഞു മരിച്ചുപോയി. നമ്മുടെ ആഗ്രഹം എന്താ? അവൻ ഉയർത്തെഴുന്നേറ്റാൽ എത്ര? ദൈവം, നിന്റെ വിഷയം ഇന്ന് പകൽക്കാലം അത് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളത് നിന്റെ ആഗ്രഹമാണ്. പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്ത് കരയാമെന്നവർ പറയാ, ഇത് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ പരിഹസിച്ചു. അപ്പോൾ വീട്ടിനകത്ത് മുഴുവൻ ഇരിക്കുന്ന എന്തുവാ? ചില മേഖലകൾ ഇന്ന് പകൽക്കാലം പോട്ടി മാറണം. സ്തോത്രം. നിന്നെ പരിഹസിക്കുന്നവർ നിന്റെ കൂടെ ഇരുന്ന് പാട്ടുപാടുവാ, നിനക്ക് സ്തോത്രം പറയുകയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് ആമേൻ സ്തോത്രം ഒന്നാമതായി ചെയ്തത്, ഹല്ലേലൂയ, ആ പരിഹാസികളെ എല്ലാം പുറത്താക്കി. നിന്റെ ബന്ധങ്ങൾക്കകത്തു നിന്ന് നിന്നെ പരിഹസിക്കുന്നവരെ നീ പുറത്താക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കുന്നവനോട് ചേർന്ന് നിൽക്കണം. ആമേൻ. പരിശുദ്ധാത്മാവുള്ളവനോട് ചേർന്ന് നിൽക്കണം. നിന്നെ പരിഹസിക്കുന്നവന് ഇന്ന് പകൽക്കാല കുഞ്ഞേ നീ തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടിനകത്ത് നടക്കും. ഒരു ദൈവമകത്വം നിന്റെ വീട്ടിനകത്ത് നടക്കും. പലപ്പോഴും ആമേൻ നിന്നെ പരിഹസിക്കുന്നവർ നിന്റെ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി നടക്കാതിരിക്കാൻ, നിന്റെ തലമുറ രക്ഷപ്പെടാതിരിക്കാൻ, നിന്റെ തലമുറ ജീവിക്കാതിരിക്കാൻ ഒരു കൂട്ടം പേർ നിനക്ക് ചുറ്റിലുമുണ്ട്. അവർ നിന്റെ വീട്ടിനകത്ത് കുഴലൂതുകയാ, അവർ പാട്ടുപാടുകയാ. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് വന്നിട്ട്
അവരെ പുറത്താക്കി. ഇന്ന് പകൽ അവൻ നിന്റെ ചുറ്റിലും നിന്റെ ദൈവപ്രവർത്തിക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി ഇന്ന് പകൽക്കാലം നിന്റെ പുറകെ കൂടിയ ചില ജീവിതങ്ങളെ, ചില പൈശാചിക മേഖലകളെ ഇന്ന് കർത്താവ് പുറത്താക്കുകയാണ്. എന്റെ കർത്താവ് അതിനെ പുറത്താക്കി. അവൻ എല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് ആമേൻ കുട്ടിയുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കുട്ടിയുടെ മേൽ കർത്താവ് അവളുടെ കരത്തെ പിടിച്ചു. സ്തോത്രം ഹല്ലേലൂയ. കരത്തെ പിടിച്ചു. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ വെളിപ്പാടിൽ കാണണം, നിങ്ങൾ ആത്മകണ്ണിൽ കാണണം. എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ ഒരുത്തൻ കൈപിടിക്കുന്നു, ഒരുവൻ കൈപിടിക്കുന്നു. അവൻ കൈപിടിച്ചാൽ അവൻ നിന്റെ കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം ദൈവ കുഞ്ഞ് ആമേൻ സ്തോത്രം 38 വർഷം കടന്നു. ആമേൻ ഇന്ന് പകൽ ഒരുവൻ കരം പിടിക്കാൻ വന്നിട്ടുണ്ട്. അവൻ വന്നാൽ ദൂതൻ വരുന്നത് പോലെയല്ല, ദൂതൻ ഇറങ്ങി കുളം കലക്കുന്നത് പോലെയല്ല. പക്ഷെ ഇന്ന് പകൽ അവൻ വന്നാൽ അവൻ നിന്റെ കിടക്കയെ അവൻ മാറ്റിവിരിക്കും, നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റിമറിക്കും. ഇന്ന് പകൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. ആമേൻ സ്തോത്രം എന്ന് ആമേൻ കൽപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറഞ്ഞു, ബാലയെ എഴുന്നേൽക്ക, തബീത ഖൂമി എന്ന് ഹല്ലേലൂയ ആമേൻ വാക്ക് ഉപയോഗിച്ചു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അടുത്ത നിമിഷം ഹല്ലേലൂയ ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. ബാല ഉടനെ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ആമേൻ സ്തോത്രം തുള്ളി ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കർത്താവ് കൈക്ക് പിടിച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, ബാലേ എഴുന്നേൽക്ക. ആമേൻ സ്തോത്രം. ഉടനെ ഇത് ചെയ്തു. ബാല എഴുന്നേറ്റു നടന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ കരമിറങ്ങിയാൽ ചിലത് എഴുന്നേറ്റും നടക്കും. ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ ദൈവത്തിന്റെ നിന്റെ ജീവിതത്തിനകത്ത് ചിലത് നടക്കാൻ പോവുകയാ. ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ അവന്റെ കരസ്പർശനം ഇന്ന് പകൽക്കാലം ചിലതിനെ നടത്താൻ പോവുകയാ. ഇന്ന് പകൽ ചില ജീവിതങ്ങളെ ഇതിനകത്ത് എന്റെ കർത്താവ് തോടുന്നു, ചിലരെ ഇതിനകത്ത് ദൈവം തോടുന്നു. ഇന്ന് പകൽ ചിലരെ ഇതിനകത്ത് ദൈവം തോടുന്നു. എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലരെ തോടുകയാണ്. അവന്റെ കരസ്പർശനം ഇന്ന് പകൽക്കാലം തൊടുകയാ. അവൻ തൊട്ടാൽ അവൻ ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞത് നീ നോക്കി നിൽക്കുമ്പോൾ നിന്റെ കണ്ണിന് മുമ്പിലൂടെ അത് നടക്കാൻ പോവുകയാ. നിന്നെ പരിഹസിച്ചവർ നോക്കി നിൽക്കേ, നിന്റെ വിഷയം ഇന്ന് പകൽക്കാലം നടക്കാൻ പോവുകയാണ്. ഓ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയൂ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കുഞ്ഞെ, നിന്റെ വിഷയം ഇന്ന് പകൽക്കാലം അവൻ നടക്കാൻ പോവുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരിക്കലും അവൻ നീ നന്നാകത്തില്ല, ഒരിക്കലും നിന്റെ ജീവിതം നാമെ നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞ വെല്ലുവിളികൾ ഇന്ന് പകൽ അതിന്റെ നുകങ്ങൾ അഴിയുന്നു. ഇന്ന് പകൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഓ ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ തോടുന്നു, ദൈവം നിങ്ങളെ തോടുന്നു, നിങ്ങളുടെ ശരീരത്തെ തോടുന്നു, ചിലരുടെ കൈക്ക് പിടിക്കുന്നു. ആമേൻ സ്തോത്രം. നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നീ എഴുന്നേൽക്കൂ. നിന്നെ നടത്തുമവൻ കരം പിടിച്ച്. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഇതിനകത്ത് സംഭവിക്കുന്നു. ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഇതിനകത്ത് ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ സ്പർശനം നിന്റെ തലമുറമേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ അവന്റെ കരം തൊടുന്നു, അവന്റെ കരം തൊടുന്നു. അസാധ്യതകൾ, അസാധ്യതകൾ ഇന്ന് പകൽ നിന്റെ മേൽ സാധ്യമാകുന്നു, നിന്റെ മേൽ സാധ്യമാകുന്നു. ഓ ഒരു ദൈവ പ്രവർത്തി നിന്റെ കുടുംബത്തിനകത്ത് നടക്കുന്നു. ആമേൻ. നിന്റെ കണ്ണി കാണത്തക്ക നിലകളിൽ ആമേൻ നിന്റെ വിഷയം ഇന്ന് പകൽ എഴുന്നേറ്റ് നടക്കാൻ പോവുകയാണ്.
ഇന്ന് പകൽ അതങ്ങനെ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു. ചിലർ ശരീരത്തിൽ ഇന്ന് പകൽക്കാലം അത് അനുഭവിക്കുന്നു. ചിലർ ശരീരത്തിൽ അത് അനുഭവിക്കുന്നു. ചിലർ ഹൃദയത്തിൽ അത് അനുഭവിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ തുറക്കപ്പെട്ടൊരു സ്വർഗം, തുറക്കപ്പെട്ടൊരു സ്വർഗം കുഞ്ഞ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. ഇന്ന് പകൽ ഒരു ആദർശ കരം ഇന്ന് പകൽ നിന്റെ കയ്യിൽ പിടിക്കുന്നു. നിന്റെ തലമുറയുടെ കരത്തെ പിടിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിനെ എഴുന്നേൽപ്പിക്കുകയാ. ആമേൻ, സ്തോത്രം. രക്ഷയില്ലെന്ന് പറഞ്ഞത് നിന്റെ തലമുറയെ നോക്കി ആരൊക്കെ പറഞ്ഞു അവൻ രക്ഷപ്പെടത്തില്ല, അവൾ രക്ഷപ്പെടത്തില്ല, അവൾ നന്നാകത്തില്ല, അവൾ നാശിച്ചു. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, നാശിച്ചെന്ന് പറഞ്ഞെടുത്തു നിന്നും എന്റെ കർത്താവ് കരം പിടിച്ച ഇന്ന് പകൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നു. നിന്നെ പരിഹസിച്ചവർ നോക്കി നിൽക്കെ, നിന്റെ വിഷയം നടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഈ ദൂതേറ്റെടുത്ത ദൈവ കുഞ്ഞെ, ഇന്ന് പകൽ ദൈവം നിന്നെ സമാധാനത്തോടെ ഇന്ന് പകൽ അയക്കും. സമാധാനം ഇന്ന് വരെ നിന്റെ വീട്ടിനകത്തില്ലാത്തൊരു സമാധാനം, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു സമാധാനം, ഇന്ന് വരെ നിന്റെ തലമുറയ്ക്കകത്ത് അനുഭവിക്കാത്തൊരു സമാധാനം. ഇന്ന് പകലൊരു സമാധാനം, ഇന്ന് പകലൊരു സമാധാനം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ആരും ഇതിനകത്ത് ചില നിമിഷങ്ങൾ മിണ്ടാതെ നിൽക്കരുത്, മൗനമായി നിൽക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ സ്പർശനം, ദൈവത്തിന്റെ കരമിറങ്ങും. നിങ്ങളുടെ ജോലി മേഖലകളിൽ ദൈവത്തിന്റെ കരമിറങ്ങും. ഇതുവരെ നടക്കത്തില്ലെന്ന് ആമേൻ ശത്രു വെല്ലുവിളിച്ചത് ദൈവകുഞ്ഞ് നിന്നെ പരിഹസിച്ചെങ്കിൽ, ഈ പട്ടണത്തിൽ നിന്നെ പരിഹസിച്ചെങ്കിൽ, ഈ പട്ടണത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എഴുന്നേറ്റു നടക്കുന്നത് നിന്റെ കണ്ണു കാണും. ആമേൻ. ദൈവകുഞ്ഞെ, എന്താ നിന്നെ നോക്കി ശത്രു നടക്കത്തില്ലെന്ന് പറഞ്ഞത്? എന്താ ആമേൻ സ്തോത്രം നടക്കത്തില്ലെന്ന് ആമേൻ നിന്നെ നോക്കി ആമേൻ ശത്രു വെല്ലുവിളിച്ചത്? ഇന്ന് പകൽ ഹല്ലേലൂയ ആ വിഷയത്തിന്മേൽ എൻ്റെ കർത്താവ് തൊടാൻ പോകുക. ദൈവത്തിൻ്റെ സന്ദർശനം അതിന്മേൽ വെളിപ്പെടാൻ പോകുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്കൊരു സ്വസ്ഥത വരുത്തുവാൻ എൻ്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവേ, മഹത്വം ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നീ വീട്ടിനകത്ത് ഇന്ന് പകൽക്കാലം ചിലത് എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ചിലത് എഴുന്നേൽക്കാൻ പോകുക. നിന്റെ തലമുറ എഴുന്നേൽക്കാൻ പോകുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ശത്രു പരിഹസിച്ച് തള്ളിയത് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ശത്രു നിന്നെ ഈ പട്ടണത്തിൽ പരിഹസിച്ചത് ആമേൻ നിന്റെ മുമ്പിലൂടെ, പരിഹസിച്ചവരുടെ മുമ്പിലൂടെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നടക്കാൻ പോവുകയാ. ആമേൻ സ്തോത്രം. ആമേൻ. വെറുതെ നടക്കുകയല്ല, രക്ഷപ്പെട്ട് ആമേൻ ജീവിച്ചു നടക്കാൻ പോകുകയാ. ആമേൻ സ്തോത്രം. നിന്റെ വിഷയത്തിനകത്ത് രക്ഷയുണ്ടാകും, അതിനകത്ത് ക്രിസ്തുയേശുവിന്റെ ജീവൻ ഉണ്ടാകും. ഇന്ന് പകൽ ഒരു സ്വസ്ഥത കുഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ഹൃദയത്തെ അലട്ടിയ, ഭാരപ്പെടുത്തിയ വിഷയത്തിന് നടുവിൽ എൻ്റെ കർത്താവ് പറയുക, ഇന്ന് പകൽ അതിനകത്ത് സ്വസ്ഥത വെളിപ്പെടും. ഈ ഹോളിനകത്തുനിന്ന് നീ പോകുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനം, എന്തെന്നില്ലാത്തൊരു സമാധാനം. സ്തോത്രം. ലോകത്തിന് തരാൻ പറ്റാത്ത സമാധാനം, ദൈവകുഞ്ഞ് നിന്റെ കുടുംബക്കാർക്ക് തരാൻ പറ്റാത്തൊരു സമാധാനം, നീ സ്നേഹിച്ചവർക്ക് തരാൻ പറ്റാത്തൊരു ദൈവിക സമാധാനം. ഇന്ന് പകൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കായി എല്ലാ വിശുദ്ധ ആരാധനയും വന്നു പോകുന്നത് പോലെയല്ലപ്പാ. ഇന്ന് പകൽ അസ്വസ്ഥത ശരീരങ്ങളിൽ അനുഭവിക്കട്ടെ, ശരീരങ്ങളിൽ അനുഭവിക്കട്ടെ, ശരീരങ്ങളിൽ അനുഭവിക്കട്ടെ. നാളുകൾ കൊണ്ട് ഉറക്കമില്ലാതെ കുഞ്ഞെ നിന്നെ പോരാടുന്ന ചില ബാധ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നിന്നെ വിട്ടുമാറുന്നു, നിന്നെ അത് വിട്ടുമാറുന്നു. ഇനി അത് നിന്റെ വീട്ടിനകത്തോ നിന്റെ ശരീരത്തിലോ അത് നിന്നെ പോരാടത്തില്ല. ആമേൻ സ്തോത്രം. നിന്റെ ബെഡ്റൂമിൽ, നിന്റെ ബെഡിൽ നിന്നോട് പോരാടുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ ബാധ നിന്നെ വിട്ടുപോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറി പോകട്ടെ. പൂർണ്ണമായൊരു സ്വസ്ഥത, പൂർണ്ണമായൊരു സ്വസ്ഥത. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം അപ്പാ.
ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദമെടുത്തെങ്കിൽ വരുന്നു. നാഥ, ഇന്ന് പകൽ അങ്ങ് നൽകിയ സ്വസ്ഥതകൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങ് തന്ന സമാധാനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് ഇന്ന് പകൽ എഴുന്നേറ്റ് നടക്കും. അത് ഞങ്ങളെ കണ്ണുകൊണ്ട് കാണും. ഞങ്ങളെ നിന്ദിച്ചവരും പകച്ചവരും ഞങ്ങളെ പരിഹസിച്ചവരും നോക്കി നിൽക്കുകയും കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. ഞങ്ങൾ ദൈവത്തിനെ ഞങ്ങൾ ആശ്രയിച്ചത് കഴിഞ്ഞ നാളുകളിൽ ദൈവമേ, നിന്നെ ആശ്രയിച്ചതും നിന്റെ കാൽക്കൽ വീഴതും ഞങ്ങൾ ഉപവസിച്ചതും ഞങ്ങൾ പ്രാർത്ഥിച്ചതും കർത്താവേ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ കർത്താവേ നിരന്തരം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴും എന്താ പ്രാർത്ഥനക്കാരി നിന്റെ വിഷയത്തിന് മറുപടി വരാത്തതെന്ന് പലരും പരിഹസിച്ച് പറഞ്ഞപ്പോഴും കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങൾ എഴുന്നേറ്റ് അവരുടെ മുമ്പിലൂടെ നടക്കുന്നത് കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഇന്ന് പകൽ ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ ജനത്തെ സമാധാനത്തോടെ സ്തോത്രം ഇന്ന് പകൽ കാലം അയക്കുകയാണ്. അവരുടെ മേൽ ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സ്വസ്ഥതയും വെളിപ്പെടട്ടെ. ലൈവിലൂടെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ സമാധാനവും സ്വസ്ഥതയും അങ്ങയുടെ മക്കളുടെ മേലും ഞങ്ങൾ പകർന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേക കർത്താവേ, സ്തോത്ര ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രത്യേക അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടെ നിന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. സ്തോത്രം. ഇന്ന് പകലിലും ദൈവത്തിൻ്റെ ബലവും ശക്തിയും പകർന്ന് ഇനിയും കർത്താവേ, ഭൂമി കൊടുത്ത ആയുസ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ ദൈവം അവിടെ നിന്ന് ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയായി എല്ലാവരെയും ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ പട്ടണത്തിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം സഹായിക്കണം. അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.